ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിന്നും എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ AI ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു വീഡിയോയിലൂടെ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, ക്ലാസ് റൂമുകൾക്ക് ആവശ്യത്തിനോ അതല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടോ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതും AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ AI ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാണിക്കാം. അതിൽ ചില കസ്റ്റമൈസേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ട്, അതും അതിൻ്റെ കൂടെ കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് ഒരു AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓപ്പൺ ചെയ്തു. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റ് ആദ്യം കാണിക്കാം. AI ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കാണ്, വെബ്സൈറ്റ് ലിങ്കാണ് ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിങ്കാണ് മുകളിൽ കാണുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ലോഗോ ഇവിടെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂം എന്നുള്ളത് ലിങ്ക് റീഡയറക്റ്റ് ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് ചാനലിലേക്കാണ്. അപ്പം ഏതൊരു വെബ്സൈറ്റിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്ഥലത്ത്, ഈ കാണുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ആഡ് ചെയ്യാം. ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ AI ഇൻ എഡ്യൂക്കേഷനാണ് എൻ്റെ വിഷയം. അത് ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ബട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റും. വാച്ച് മൈ ചാനൽ എന്നുള്ളൊരു ബട്ടണാണ്. ഇതേപോലെ ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഒക്കെ ഓരോ സെക്ഷൻസ് ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്നുള്ളത് ജസ്റ്റ് വെൽക്കം ചെയ്യുന്ന ഒരു നോട്ട് കൊടുത്തു, അതിൻ്റെ ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എൻ്റെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ചാനലിലുള്ള ഒരു വീഡിയോ തന്നെ ഇവിടെ കൊടുക്കാനുള്ള കാരണം. മൂന്നാമത്തെ സെക്ഷനിലും ഇതേപോലെ തന്നെ എൻഹാൻസിങ് കോർ ലാംഗ്വേജ് സ്കിൽസ് വിത്ത് AI എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ ആഡ് ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്തു. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ സെക്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 1, 2, 3 എന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ അതിലും നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. എല്ലാ സെക്ഷനിലും വീഡിയോസ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഫോട്ടോ ആണ് ആഡ് ചെയ്തത്. അത് AI ജനറേറ്റഡ് ഫോട്ടോസാണ്. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ചാർട്ടുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെയും വീഡിയോസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അലൈൻ ചെയ്തിട്ട് വളരെ ഭംഗിയായി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജൊക്കെ ആഡ് ചെയ്തു. ആ ഇമേജ് തന്നെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെറ്റീരിയൽ ഏതാണോ അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള മനോഹരമായുള്ള വീഡിയോസ് അല്ല പിക്ചേഴ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റിലേക്ക് വന്ന സമയത്ത് ഞാനൊരു ക്വിക്ക് ലിങ്ക്സ് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്തു, ഒരു ഗൂഗിൾ ഫോം ആഡ് ചെയ്തു ഫീഡ്ബാക്ക് ആവശ്യത്തിനർത്ഥം. അതേപോലെ തന്നെ മൈ പ്രൊഫൈൽ എന്നുള്ളത് ആഡ് ചെയ്തു. മൈ പ്രൊഫൈൽ എന്നുള്ളത് എൻ്റെ കോളേജിലുള്ള എൻ്റെ പ്രൊഫൈലാണ്. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കോളേജ് വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ കോളേജ് വെബ്സൈറ്റിലെ ഒരു പേജാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാൻ ബാക്ക് അടിച്ചു. അതേപോലെ തന്നെ ചാനലിലേക്ക് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും, മാപ്പ് ലിങ്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ബട്ടൺസ് എന്നാണ് ഇതിന് പറയാം. അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഇമേജ് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ QR കോഡ് ഞാൻ ആഡ് ചെയ്തു, സ്കാൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ QR കോഡും ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഞാനൊരു പുതിയ ബ്രൗസർ ഓപ്പൺ ചെയ്തു. ബ്രൗസറിൽ നമുക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള gama.app എന്ന് ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്തു. ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഇൻ്റർഫേസ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ PPT എന്ന ഓപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്നത് PPT ആണ്. തേർഡ് വൺ സൈഡ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടാവും. സൈഡ്സ് അത് ജസ്റ്റ് എന്ത് ചെയ്യാം,
ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു ഐഡിയ വെബ്സൈറ്റിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ AI ഡിപ്പെൻഡ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ സൈറ്റ് AI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ചോദിക്കും ഏതൊരു വിഷയം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, വെബ്സൈറ്റ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് LSRW ബേസ് ചെയ്തിട്ടാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഏത് LSRW ആണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ പഠിക്കണം, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഞാനവിടെ ഇതിന് പ്രോംപ്റ്റ് എന്ന് പറയില്ല, ജസ്റ്റ് കൃത്യമായിട്ട് 1 by 1 ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പ്രോംപ്റ്റ് അല്ല, ജസ്റ്റ് കീവേഡ് കൊടുത്തു, LSRW കൊടുത്തു. ലാസ്റ്റ് വൺ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ആണ് എൻ്റെ ടോപ്പിക്. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ഔട്ട്ലൈൻ കിട്ടേണ്ടത്. അപ്പം നമ്മുടെ വെബ്സൈറ്റ് ഏത് ലാംഗ്വേജിലാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് കൊടുക്കാം. വേറെ ഏതെങ്കിലും ലാംഗ്വേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജസും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അറബിക്കിലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്തതാണ്, അത് സെലക്ട് ചെയ്തതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി 8 കാർഡ്സ് നമുക്ക് ആദ്യം പരിചയമുള്ളതാണ്. 8 കാർഡ്സ്. ഇവിടെ 8 കാർഡ്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ 8 സെക്ഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാർഡ്സ് ആർ ലൈക്ക് സെക്ഷൻസ് എന്നാണ്. അപ്പോൾ എനിക്ക് 8 സെക്ഷൻസ് വേണം, 10 വരെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ 8 സെലക്ട് ചെയ്തു. ജനറേറ്റ് ഔട്ട്ലൈൻ. അപ്പം ഈ ഒരു കൊടുത്ത കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ലോഡിംഗ് ആണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ AI തരുന്ന കോണ്ടൻ്റ് ആണ്, അതിൻ്റെ എത്രത്തോളം അത് റെലവൻ്റ് ആണ്, എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിത് A to Z എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ ആണ്, കണ്ടൻറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, ചില ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താൻ പറ്റും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഈ LSRWൻ്റെ എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷൻ ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് കാർഡ് എന്ന് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ, സെക്ഷൻ്റെ പൊസിഷൻ 1 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് 3rd പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, റീ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ 3rd വൺ ഫസ്റ്റ് ലൈന് കൊടുക്കുകയാണ്. 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്, പില്ലർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈന് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാൻ തീം, എനിക്കിഷ്ടമുള്ളൊരു തീം ബ്ലാക്കും അതുപോലെ തന്നെ യെല്ലോ തീമാണെങ്കിൽ ഞാൻ തീം ചൂസ് ചെയ്തു. ഏത് തീമും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ കോണ്ടൻറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമൽ, കൺസൈസ്, ഡീറ്റെയിൽഡ് ഏതിലേക്കും ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കൺസൈസ് ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇമേജൊക്കെ AI ഇമേജ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് ഇമേജിൻ്റെ സ്റ്റൈലും മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ജനറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് 225 ആണ്. പക്ഷേ ഇത് 8 കാർഡ്സ്, ടോട്ടൽ 8 കാർഡ്സാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൈറ്റ് ഇവിടെ ലോഡ് ചെയ്ത് വരികയാണ്. അതിലെ ഇമേജസ് ഒക്കെ AI ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെറിയ രീതിയിൽ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്ന് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പരിചയപ്പെടാം. അപ്പം 8 സെക്ഷൻസ് ഉണ്ട്, 6 ആയി. ഓക്കെ, ഇതിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് പേജിലേക്ക് പോയി. ഫസ്റ്റ് പേജിലേക്ക് സമയത്ത് നമുക്ക് ഈ ഇമേജ് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ സ്വീകരിക്കാം. ഒന്നെങ്കിൽ ഇത് ഇമേജ് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ആസ്ക് ടു AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. ആസ്ക് ടു AI എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേറൊരു ഇമേജ് എന്ത് ചെയ്യാം, ചേഞ്ച്. ജസ്റ്റ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ചേഞ്ച് ദിസ് ഇമേജ്. ഓക്കെ, ഇമേജിന് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചേഞ്ച് ദ ഇമേജ്. അപ്പം വേറെ ഏതെങ്കിലും ഇമേജ് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഇമേജസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
ഏതാണ് നമുക്കിങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഇമേജ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു ലോഡിങ്ങിലാണ്. ആഡിങ് എ സ്റ്റോൺ എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്നതൊക്കെ ബട്ടൺസുകളാണ്. ഇപ്പം ആഡ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹോം പേജിൽ വെബ്സൈറ്റ് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് ബട്ടൺ ആഡ് ചെയ്യാം. ഈ ബട്ടണിൽ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇൻസ്റ്റഗ്രാം എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ സ്ഥലത്ത് ലിങ്ക് ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ലിങ്ക് ആഡ് ചെയ്യുക? അപ്പോൾ ഞാൻ വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു ലിങ്ക് ആണെങ്കിൽ ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്തു, തിരിച്ച് അതേ വെബ്സൈറ്റിലേക്ക് തന്നെ വന്നു, എന്നിട്ട് പേസ്റ്റ് എന്ന് കൊടുക്കുക, സ്ഥലത്ത് ലിങ്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലിങ്ക് ആഡ് ചെയ്യും. ഇനി അതേപോലെ തന്നെ ഒരു ലിങ്ക് ബട്ടൺ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. ബട്ടൺ ആഡ് ചെയ്തിട്ട് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു മൈ പ്രൊഫൈൽ എന്നുള്ളത് ഇവിടെ അല്ല, ജസ്റ്റ് മൈ പ്രൊഫൈൽ എന്നുള്ളത് ഈ ലിങ്ക് ബട്ടൻ്റെ പേരാണ്. ഞാൻ ബട്ടൻ്റെ പേര് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സെയിം എന്താണ് ലിങ്ക് തന്നെ, വിക്കിപീഡിയൻ്റെ ലിങ്ക് തന്നെ, അത് ഏതാണോ നിങ്ങൾ വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നത്, ഏത് വെബ്സൈറ്റിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടാമത്തെ ലിങ്കും കൊടുത്തു. ഇതേപോലെ തന്നെ ആഡ് എ ലിങ്ക് എന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ എന്താണോ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിന് ഏത് രീതിയിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എന്താണ്, ഹോം എന്ന് കൊടുക്കുകയാണ്. ഈ ഹോം എന്നുള്ളത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം അത് ഞാൻ വിക്കിപീഡിയൻ്റെ ഒരു ലിങ്ക് കൊടുത്തു, അതും ഇവിടെ ആക്റ്റീവായി. ഇനി ഈ ഒരു പാർട്ടുണ്ട്, ഈ പാർട്ടാണ് നമ്മൾ ലോഗോ ആഡ് ചെയ്യേണ്ട ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AI ഇമേജ് ആവശ്യമാണോ, അങ്ങനെയാണെങ്കിൽ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ഓർ URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിന്നും നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമേജ് അപ്ലോഡ് ഓർ URL എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ടു അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് ഇമേജ് ആണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ ലോഡിംഗ് ആണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്യരുത്. അപ്ലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയി, ഞാനത് ക്ലോസ് ചെയ്തു, അതിവിടെ വന്നു. ഓക്കെ, അതേപോലെ തന്നെ ഈ കോണ്ടാക്ട് അസ് എന്നുള്ളത് ഇപ്പോൾ ആക്റ്റീവ് അല്ല. അങ്ങനെ ആക്റ്റീവ് ആക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചോദിക്കുന്നുണ്ട്. ആ ലിങ്ക്, നിലവിലുള്ള ലിങ്ക് അവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതിലേക്കാണ് നിങ്ങൾക്ക് സ്കൂളിൻ്റേതോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്ലോഗ് ഉണ്ട്, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനതിവിടെ പേസ്റ്റ് ചെയ്തു. ഇതെല്ലാം ആക്റ്റീവാണ്. അതേപോലെ തന്നെ ഡിസ്കവർ അവർ പ്രോഗ്രാംസ് എന്നുള്ളിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലിങ്ക് തന്നെ ബട്ടണായിട്ട് കൊടുക്കണോ, അതല്ല വേറെ ഓപ്ഷൻ ഉണ്ട്, വെറും ലിങ്ക് ആയിട്ട് കാണിക്കണോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രിവ്യൂ ആയിട്ട് കാണിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ബട്ടണാണ് കുറച്ചുകൂടി ഭംഗി വെബ്സൈറ്റിൽ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ബട്ടണിൽ ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് അസ് എന്ന് മാത്രം മതി. ഇനി എനിക്ക് തോന്നി ഈ ഒരു സെക്കൻഡ് സെഷനിൽ ഒരു വീഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് റൈറ്റ് സൈഡിൽ കുറേ ടൂൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം. ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ക്ലിക്ക് ചെയ്താൽ മേ ബി ഇത് ഫസ്റ്റ് സെഷനിലേക്ക് പോവും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. യൂട്യൂബ് വീഡിയോസാണ്. യൂട്യൂബ് വീഡിയോസ് ഇവിടെ വന്നു. അപ്പം ഈ URL എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഞാൻ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ ടെഡ് ടോക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രൊഫഷൻസിക്ക് പറ്റിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഞാനത് ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തു. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ച് ഞാൻ വീണ്ടും ഗാമയിലെ വെബ്സൈറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു, പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത സമയത്ത് അതിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം,
ഓരോ സെക്ഷനിൽ വേണമെങ്കിലും ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ ലെങ്തി ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാതെ. കാർഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ്സുകൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്മാർട്ട് ലേഔട്ട്സ് എന്നുണ്ട്. സ്മാർട്ട് ലേഔട്ട്സിൽ കുറേ ബുള്ളറ്റ്സ് ലേഔട്ട്, അതുപോലെ തന്നെ ഐക്കൺസ് വിത്ത് ടെക്സ്റ്റ് ലേഔട്ട്, ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ സജഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ബേസിക് ബ്ലോഗ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇമേജുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇമേജൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് അപ്ലോഡ് ഓർ URL ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതും ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫസ്റ്റ് സെഷനിലേക്കാണ് പോയത്. ഏത് സെഷനിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എപ്പോഴും കേഴ്സർ എവിടെയുള്ളത് നോക്കണം. അതേപോലെ തന്നെ വീഡിയോ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഈ വെബ് പേജുകൾ, ചാർട്ട്, ഡയഗ്രാംസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വേറെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോന്നും നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ഒന്നും കൂടിയും ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനത്തേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ബ്ലാങ്ക് കാർഡ് എന്നുണ്ടാവും. ഈ കാർഡിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. ഓക്കെ, മോർ ഡീറ്റെയിൽസിനോ എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിൻ്റെ QR കോഡ്, ഇൻസ്റ്റഗ്രാമിൻ്റെ QR കോഡ് ഞാൻ എൻ്റെ സൈറ്റിൽ കൊടുത്ത പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഓപ്ഷൻസും ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് ലേഔട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇനി ബട്ടൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഫസ്റ്റ് ബട്ടണായി. തൊട്ടടുത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, സെക്കൻഡ് ബട്ടൺ, തേർഡ് ബട്ടൺ. ഓക്കെ, ഓരോ ബട്ടൺ മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കേഴ്സറുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. ലിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏത് വെബ്സൈറ്റിലേക്കാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരാൾക്ക് ഫീഡ്ബാക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ഫോം എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും വളരെ സിമ്പിളായി AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് AI ക്രിയേറ്റ് ചെയ്ത് തരും. കുറച്ച് സമയം കൂടി ചിലവഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവായ രീതിയിൽ ഇതിനെ നമുക്ക് വേണ്ട രീതിയിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലേക്കോ എന്തിലേക്കാണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലിങ്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എന്ത് ചെയ്യണം, പബ്ലിഷ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. യുവർ സൈറ്റ് ഈസ് റെഡി ടു പബ്ലിഷ്. ജസ്റ്റ് പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ലിങ്ക് മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ആളുകൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഇവിടെ റെഡിയാണ്. ഞാൻ എൻ്റെ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. വ്യൂ സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. വ്യൂ സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. എൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഒക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. എത്രത്തോളം സമയം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടി ചിലവഴിക്കുന്നു അതിനനുസരിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കും അതുപോലെ തന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റ് ഇവിടെ കസ്റ്റമൈസ് ചെയ്തത്. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് ഇതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് മറ്റുള്ള ആളുകൾക്ക് വാട്സപ്പിലൂടെയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറച്ച് നീണ്ടുപോയി, എന്നാലും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള AI ടൂളുകളും ലാംഗ്വേജ് ടൂളുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.